ഹലോ, നമ്മളിപ്പോൾ എന്താണ് വെക്റ്റർ സ്പേസ്, അതേപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഞാൻ അടുത്ത് വരുന്ന ടോപ്പിക്കാണ് എന്ത്, സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളൊരു സെറ്റ്, അതിൻ്റെ സബ്സെറ്റ് അല്ലേ, കേട്ടിട്ടുണ്ട്. എന്താണ് ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്? ആ സെറ്റിലുള്ള കുറച്ച് എലമെൻറ്റ്സ് കൂടിയിട്ട് ഒരു സെറ്റായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ ആർ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ക്യാപിറ്റൽ ആർ. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്, സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് R+ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. അതേപോലെ സെയിം സാധനം തന്നെയാണ്, അതായത് വെക്റ്റർ സ്പേസിൻ്റെ സെറ്റിൻ്റെ എന്താണോ സബ്സെറ്റ്, ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, സെയിം സാധനം തന്നെയാണ് അത് വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും. പക്ഷേ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ സബ്സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് V, അതിൻ്റെ വെക്റ്റർ സ്പേസ് V എന്ന് പറയുന്നത് ഒരു സെറ്റാണ് അല്ലേ. ആ സെറ്റ് എപ്പോഴാണ് വെക്റ്റർ സ്പേസ് ആവുന്നത്? ആ സെറ്റ് കുറച്ച് 10 ആക്സിയംസ് ഉണ്ട്. ആ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അതൊരു വെക്റ്റർ സ്പേസ് ആവുന്നത്. സിമിലർലി Vയുടെ ഒരു സബ്സെറ്റാണ് ഒരു സെറ്റ് S എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് സബ്സ്പേസ് ഓഫ് വെക്റ്റർ സ്പേസ് V എന്ന് പറയാം. എപ്പോൾ? അത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പം S എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് V ആണെന്ന് വിചാരിക്കുക. V ഒരു സെറ്റാണ്, അതൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഒരു വെക്റ്റർ സ്പേസ് ആണ് V, ഒരു വെക്റ്റർ സ്പേസ് ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് S. ഈ Sനെ നമുക്ക് സബ്സ്പേസ് എന്ന് പറയാം. എപ്പോൾ? അത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സബ്സ്പേസ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിന് അണ്ടറിൽ വരുന്ന തിയറംസ് എന്തൊക്കെയാണ്, 2 പ്രോബ്ലംസ്. ഓക്കെ, എങ്ങനെയാണ് ഒരു സബ്സെറ്റിനെ നമുക്ക് സബ്സ്പേസ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് എ സബ്സ്പേസ്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് S ഓഫ് എ വെക്റ്റർ സ്പേസ് V ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് V. ഓക്കെ, ഇതിൽ ഒരു നോൺ എംപ്റ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു S എന്ന് പറഞ്ഞ സബ്സെറ്റ് നോൺ എംപ്റ്റി ആയിരിക്കണം. ഓക്കെ, നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു സബ്സെറ്റ് S ഓഫ് എ വെക്റ്റർ സ്പേസ് V ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് V ഈഫ്, കണ്ടീഷൻ എന്താ, ഈഫ് S itself is a vector space under the operations of addition and scalar multiplication defined on V. എന്താ പറഞ്ഞിട്ടുള്ളത്? V എന്ന് പറയുന്ന സെറ്റിനെ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ അണ്ടർ ദ ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളതിനെ സബ്സ്പേസ് എന്ന് വെക്റ്റർ സ്പേസ് എന്ന് വിളിച്ചത് അല്ലേ. സെയിം ഓപ്പറേഷൻ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ ആക്സിയംസും നമ്മളുടെ S എന്ന് പറയുന്ന സബ്സെറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ S എന്ന് പറയുന്ന സബ്സെറ്റിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വി ക്യാൻ സേ ദാറ്റ് S ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് പറയാം. ഓക്കെ, എന്താണ് സബ്സ്പേസ് S എന്ന് പറയുന്നത്? സബ്സ്പേസ് ഓഫ് V എന്ന് പറയണമെങ്കിൽ S itself എ വെക്റ്റർ സ്പേസ്. S തന്നെ ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം. അണ്ടർ വിച്ച് കണ്ടീഷൻ? അണ്ടർ ദ ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ഓൺ V. Vയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെയിം അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസിൻ്റെ അണ്ടറിൽ S itself ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം S ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് പറയാം. ഓക്കെ, അപ്പം S എന്ന് പറയുന്ന ഒരു സെറ്റ്, ഒരു സബ്സെറ്റിനെ നമുക്ക് സബ്സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. 2 കണ്ടീഷൻസ് അറിഞ്ഞാൽ മതി. ഓക്കെ, ആ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊരു തിയറം ത്രൂ നമുക്ക് പറയാം. ഓക്കെ, അതായത് തിയറമാണ് ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ്. S എന്ന് പറയുന്ന സബ്സെറ്റ് എപ്പോഴാണ് ഒരു സബ്സ്പേസ് ആവുക എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ ആണ്. ഓക്കെ, എ നോൺ എംപ്റ്റി സബ്സെറ്റ് S of a vector space V is a subspace of V if and only if S is closed under vector addition and scalar multiplication. ഓക്കെ, എന്ത് പ്രൂവ് ചെയ്താൽ മതി?
എസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ ദ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻ. എസ്സിലുള്ള ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് എക്സ് കോമ വൈ എടുത്താൽ എക്സ് പ്ലസ് വൈ അണ്ടർ ദ അഡീഷൻ അല്ലേ, എക്സ് പ്ലസ് വൈ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം ഫോർ എവരി എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എസ്. ഓക്കെ. രണ്ടാമത്തത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് എസ്സിൽ നിന്നെടുത്താൽ ആൽഫ ഇൻറ്റു എക്സും എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് ഫോർ എവരി സ്കേലാർ ആൽഫ. അതായത് ഇതിൻ്റെ മീനിങ് എന്താ, ഇത് ക്ലോഷർ പ്രോപ്പർട്ടി അല്ലേ, വെക്റ്റർ അഡീഷൻ അണ്ടർ വെക്റ്റർ അഡീഷനിൽ, അതായത് ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, വെക്റ്റർ അഡീഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എസ് ഇസ് എ സബ്സ്പേസ് ഓഫ് ദാറ്റ് വെക്റ്റർ സ്പേസ് വി. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റിനെ സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആവണം എന്നല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം, ഇറ്റ്സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ 10 ആക്സിയംസും എസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഷോ ചെയ്താൽ മതി എന്നാണ് ഈ ഒരു തിയറം പറയുന്നത്, ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ്. ഓക്കെ. പക്ഷേ കണ്ടീഷൻ എന്താണ്, എസ് എന്ന് പറഞ്ഞ സബ്സെറ്റ് നോൺ എംപ്റ്റി ആയിരിക്കണം, നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സും ക്ലോഷർ പ്രോപ്പർട്ടിയും നമ്മുടെ എസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിയറത്തിന്, ഈ ഒരു ഇത്രയും വലിയൊരു തിയറത്തിന് ഒന്നും കൂടി ചുരുക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 and 2 എക്സ് പ്ലസ് വൈ എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം, എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആണെങ്കിൽ ആൽഫ എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആയിരിക്കണം അല്ലേ. അപ്പം ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ ദ കണ്ടീഷൻ 1 and 2 ആർ ഇക്വാലന്റ് ടു എ സിംഗിൾ കണ്ടീഷൻ. ഇതിനെ രണ്ടിനെയും കൂടിയും ഒറ്റ സിംഗിൾ കണ്ടീഷനിലാക്കി മാറ്റി എഴുതിയതാണ്. അതായത് ആൽഫയും ബീറ്റ, ആൽഫ എക്സ് പ്ലസ് ബീറ്റ for all xy element of S and for every scalar alpha and beta. Okay, എന്താ പറഞ്ഞത്, a non-empty subset S of a vector space V is a subspace of V if and only if alpha x plus beta y element of S for all xy element of S and for every scalars alpha and beta. അതായത് ഈ രണ്ട് കണ്ടീഷൻസിനും കൂടി ഒന്നിൽ പറഞ്ഞതാണ്. അതായത് ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എക്സും ബീറ്റ ഇൻറ്റു വൈയും അല്ലേ, അതിൻ്റെ സമ എക്സ് പ്ലസ് വൈ. ഓക്കെ. അപ്പോൾ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ എലമെൻറ്റ് ഓഫ് എസ്സിലുണ്ട് എന്ന് നമ്മൾ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതിനകത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് എന്ത്, ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് എനി വെക്റ്റർ സ്പേസ് ഈസ് സ്പേസ് ഓഫ് സീറോ വെക്റ്റർ ഓൺലി. അതായത് ഏതൊരു വെക്റ്റർ സ്പേസിൻ്റെയും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ്സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, വി നോട്ട് അല്ലെങ്കിൽ വി നോട്ട് ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0. ഇതൊരു ട്രിവിയൽ വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ. അപ്പം ഏതൊരു സെറ്റ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു വെക്റ്റർ സ്പേസ് എടുത്താലും അതിന് അറ്റ്ലീസ്റ്റ് 1 സബ്സ്പേസ് ഉണ്ട് അല്ലേ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ്സ്പേസ് എന്ന് പറയുന്നത് ഇയാളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കട്ടോ. വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ V0 is equal to സിംഗിൾട്ടൺ 0 and is called the trivial vector space. ട്രിവിയൽ ആണ്, ഇത് എല്ലാ കേസിലും ഉണ്ട് അല്ലേ. ഓക്കെ. അത് ഇറ്റ് ഈസ് കോൾഡ് ദ ട്രിവിയൽ വെക്റ്റർ സ്പേസ്. വാട്ട് ഈസ് കോൾഡ് എ ട്രിവിയൽ വെക്റ്റർ സ്പേസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം, it is the smallest subspace of any vector space. അതെന്ന് പറയുന്നത് സ്പേസ് ഓഫ് 0 വെക്റ്റർ ഓൺലി ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വി നോട്ട് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തുള്ളൊരു പ്രോബ്ലം ആണ് നോക്കാനുള്ളത്. നോക്കാം. ഓക്കെ. ചോദ്യം ഇതാണ്, ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര x5 അല്ലേ. 5 ടപ്പിളാണ്, എന്താ പറയുക 5 എലമെൻറ്റ്സ് ഉണ്ടാവും, എലമെൻറ്റ് ഓഫ് R5 such that a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 is equal to 0. ഇതാണ് ആര്, എസ് എന്ന് പറയുന്ന സെറ്റ്. ഇതാണ്, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. വേർ a1 a2 a3 എക്സെട്ര a5 ആർ സ്കേലാസ് ആണ്. ഷോ ദാറ്റ് എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് R5. നമുക്ക് എന്താ കാണിക്കേണ്ടത്, എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് R5 ആണെന്ന് കാണിക്കണം. നമുക്കറിയാം എന്ത്, Rnകളെല്ലാം വെക്റ്റർ സ്പേസുകളാണ് അല്ലേ. ഓക്കെ. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആര്, എസ് ആണല്ലോ. R5 എന്ന് പറഞ്ഞാൽ 5 ടപ്പിൾസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. 5 എലമെൻസിന് നമ്മളിങ്ങനെ പെയറായിട്ടല്ല ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുമ്പോഴാണ് നമ്മളത് എലമെൻറ്റ് ഓഫ് R5 ആണെന്ന് പറയും അല്ലേ. അപ്പം അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആര്, എസ്. ഓക്കെ. അപ്പോൾ എസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം,
R5 ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ഓഫ് R5 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, അത് എസ് എന്ന് പറയുന്നത് നോൺ എം ടി ആണെന്ന് കാണിക്കണം അല്ലേ? നോൺ എം ടി സബ്സെറ്റ് ആയിരിക്കണമല്ലോ എസ്. രണ്ടാമത് നമ്മൾ എന്ത് കാണിക്കണം? ഇതിൽ നിന്നും 2 എലമെൻ്റ് എടുത്താൽ എക്സ് വൈ എന്ന് പറഞ്ഞ 2 എലമെൻ്റ് എടുത്താൽ എക്സ് പ്ലസ് വൈയും അതിനകത്ത് വേണം. മൂന്നാമതായിട്ട് എന്ത് കാണിക്കണം? അതിൽ നിന്നൊരു എലമെൻറ്റ് എക്സ് എടുത്ത് അതിൻ്റെ ഒരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആൽഫ ഇൻറ്റു എക്സ് എടുത്താൽ ആൽഫ എക്സും അതിനകത്ത് വേണം. ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 എലമെൻറ്റ്സ് എടുക്കാം. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x1 x2 x3 x4 x5. എക്സ് നമ്മൾ ഒറ്റ പേരിൽ ക്യാപിറ്റൽ എക്സ് എന്ന് വിളിച്ചതാണ് കേട്ടോ. എലമെൻറ്റ് ഓഫ് R5 ഉള്ള ഒരു എലമെൻ്റ് ആണ് എക്സ്. സിമിലർലി R5 മറ്റൊരു എലമെൻ്റ് ആണ് y ഇസ് ഈക്വൽ ടു y1 y2 y3 y4 y5. ഓക്കെ, അപ്പം ടു ഷോ എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് R5 വി ഹാവ് ടു ഷോ ഇത് രണ്ടും കാണിക്കണം. എക്സ് പ്ലസ് വൈ എലമെൻറ്റ് ഓഫ് എസ് ആണ്, ആൽഫ ഇൻറ്റു എക്സ് എലമെൻറ്റ് ഓഫ് എസ് ആണ്. ഇത് രണ്ടും നമുക്ക് കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതൊരു നോൺ എം ടി ആണെന്നൊന്ന് ജസ്റ്റ് പറയാം. ഹിയർ എസ് ഇസ് ഈക്വൽ ടു ഇതാണ് അല്ലേ? എസ് ഇസ് ഈക്വൽ ടു x1 x2 x3 x4 x5 എലമെൻറ്റ് ഓഫ് R5 സച്ച് ദാറ്റ് a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്കറിയാം എന്ത് ഈ x1 x2 x3 x4 x5 എല്ലാം 0 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ a1 ഇൻറ്റു 0 പ്ലസ് a2 ഇൻറ്റു 0 പ്ലസ് a3 ഇൻറ്റു 0 പ്ലസ് a4 ഇൻറ്റു 0 പ്ലസ് a5 ഇൻറ്റു 0 എന്താ കിട്ടുക? ഇതെല്ലാം കൂടി ചെയ്താൽ ഈസ് ഈക്വൽ ടു 0 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0 0 0 0 0. ഈ x1 x2 x3 x4 x5ൻ്റെ സ്ഥാനത്തൊക്കെ 0കൾ കൊടുത്തപ്പം ഫൈനൽ ആൻസർ 0 തന്നെയാണ് കിട്ടിയത്. അപ്പം ഈ ഒരു എലമെൻറ്റ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് 0 എലമെൻറ്റ് ഓഫ് എസ്. ഹെൻസ് എസ് ഈസ് നോൺ എം ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എസ് നോൺ എം ടി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എക്സ് ഇസ് ഈക്വൽ ടു ഇതാണ് x1 x2 x5 ആണ്. y ഇസ് ഈക്വൽ ടു y1 y2 y3 y4 y5 ആണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഇതും y ഇസ് ഈക്വൽ ടു ഇതുമാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇതാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതല്ലേ? Under the given condition, by the definition of S, we can say that a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 is equal to 0 and y is equal to a1 y1 plus a2 y2 plus a3 y3 plus a4 y4 plus a5 y5 is equal to 0. അത് രണ്ടുമാണ് അല്ലേ? അപ്പോൾ അതിന് രണ്ടിനും കൂടി നമുക്ക് എങ്ങനെ എഴുതാം? a1 ഇൻറ്റു രണ്ടിലും a1 വരുന്നുണ്ട് അല്ലേ? a1 ഇൻറ്റു x1 പ്ലസ് y1 plus a2 into x2 plus y2 plus a3 into x3 plus y3 plus a4 into x4 plus y4 plus a5 into x5 plus y5 is equal to 0. കുഴപ്പമില്ലല്ലോ. ഇനി ഇത് നോക്കുക. ഇത് എന്തിലുള്ള എലമെൻറ്റാ? x1 x2 x3 x4 x5 ഇതിന് പകരം വരുന്നതാണ് എന്ത്? x1ന് പകരം x1 പ്ലസ് y1 വരും, x2 പ്ലസ് y2 വരും, x2ന് പകരം x3ക്ക് പകരം x3 പ്ലസ് y3 വരും അല്ലേ? ഇതിൻ്റെ എല്ലാം സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ a1 a2 a3 ഇതിൻ്റെ എല്ലാം സം എന്ത് വരുന്നുണ്ട്? ഈക്വൽ ടു 0 വരുന്നുണ്ട് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് എന്ത് ഈ x1 പ്ലസ് y1 ഒരു എലമെൻ്റ് ആണ്, x2 പ്ലസ് y2 രണ്ടാമത്തെ എലമെൻ്റ് ആണ്, x3 പ്ലസ് y3 മൂന്നാമത്തെ എലമെൻ്റ് ആണ്, x4 പ്ലസ് y4 xy പ്ലസ് y5 ഈ ഒരു 5 ടപ്പിൾ എന്തിൻ്റെ എലമെൻ്റ് ഓഫ് എസ് ആണെന്ന് പറയാം അല്ലേ? അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 is equal to 0. ഓക്കെ, വേർ ഇത് x1 x2 x5 എലമെൻറ്റ് ഓഫ് R5 ആണെങ്കിൽ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, അതിന് പകരം ഇവിടുത്തെ x1ന് പകരം ഇവിടെ x1 പ്ലസ് y1 ആണുള്ളത്, ഇവിടുത്തെ x2ന് പകരം x2 പ്ലസ് y2 ഉള്ളത്, ഇവിടുത്തെ x3ക്ക് പകരം x3 പ്ലസ് y3 ഉള്ളത്. ഓക്കെ, ഈക്വൽ ടു 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ x1 x2 അപ്പോൾ ഈ 5 ടപ്പിൾ എലമെൻറ്റ് ഓഫ് R5 ആണെന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രം ഹിയർ x1ന് പകരം x1 പ്ലസ് y1 ആണ്, x2 പ്ലസ് y2 ആണ്, അങ്ങനെ എലമെൻറ്റ് ഓഫ് എസ് ആണെന്ന് പറയാം. ഓക്കെ, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. എങ്ങനെ എഴുതാം? x1, x2, x3, x4, x5 പ്ലസ് y1, y2, y3, y4, y5 എലമെൻറ്റ് ഓഫ് എസ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ആരാ? എക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ആരാ? y ആണ്. സോ x പ്ലസ് y എലമെൻറ്റ് ഓഫ് എസ്. ഹെൻസ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് കണ്ടീഷൻ. നൗ we have to show that alpha x element of S എന്ന് കാണിക്കണം. For that we take x is equal to x1, x2, x3, x4, x5 element of S. Okay, നമുക്ക് എന്ത് കാണിക്കണം? ഇത് എക്സ് എലമെൻറ്റ് ഓഫ് ഇതാണെങ്കിൽ ആൽഫ എക്സ് എലമെൻറ്റ് ഓഫ് എസ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എക്സ് ഇസ് ഈക്വൽ ടു ഇതാണെങ്കിൽ എലമെൻറ്റ് ഓഫ് എസ് ആണെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ അല്ലേ? a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 is equal to 0. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ടേം ഈ ഒരു കംപ്ലീറ്റ് സമ്മ് 0 ആണ് അല്ലേ? ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു ആൽഫേനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 0യിൽ വ്യത്യാസം വരുമോ? ഇല്ല. ഓക്കെ, ഇപ്പോൾ
x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുമോ? ഇതിനെ നമ്മൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു. 2 ഇൻറ്റു x1 പ്ലസ് x2 എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും അല്ലേ? സിമിലർലി നമ്മൾ ഇതിനെ ഈ ഒരു ടേമിനെ കംപ്ലീറ്റ് ആൽഫേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പോൾ ആൽഫ ഇൻറ്റു a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ആൽഫേനെ നമുക്ക് എല്ലാ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ എന്ത് ചെയ്തു? a1 ആൽഫ x1 പ്ലസ് a2 ആൽഫ x2 പ്ലസ് a3 ആൽഫ x3 പ്ലസ് a4 ആൽഫ x4 പ്ലസ് a5 ആൽഫ x5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നോക്കുക. ഇപ്പോൾ നമുക്ക് ഇത് a1ൻ്റെ ഇത് ആൽഫ x1ൻ്റെ കോഎഫിഷ്യൻ്റാണ് a1, ആൽഫ x2ൻ്റെ കോഎഫിഷ്യൻ്റാണ് a2, ആൽഫ x3ൻ്റെ കോഎഫിഷ്യൻ്റാണ് a3. സിമിലർലി ആൽഫ x4ൻ്റെതാണ് a4, ആൽഫ x5ൻ്റെതാണ് a5 അല്ലേ? ഇത് നമ്മുടെ എസിൻ്റെ ഡെഫിനേഷൻ ആയില്ലേ? എസിൻ്റെ ഡെഫിനേഷൻ അല്ലേ? ഈ സെയിം ഫോമിലേക്കായിട്ട് മാറി. അവിടെ x1ന് പകരം ഇവിടെ ആൽഫ x1 ആണ്, x2ന് പകരം ആൽഫ x2 ആണ്, x3ക്ക് പകരം ആൽഫ x3 ആണ്, x4ന് പകരം ആൽഫ x4 ആണ്, x5ന് പകരം ആൽഫ x5 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആൽഫ x1 ആൽഫ x2 ആൽഫ x3 ആൽഫ x4 ആൽഫ x5 എലമെൻറ്റ് ഓഫ് എസ് എന്ന് പറയാം. കാരണം എന്താ? ഇത് ഈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്. ഓക്കെ, ഇത് എസ് ഓഫ് എലമെൻറ്റ് ഓഫ് എസ് ആണ്. സോ ഇതിൽ നമുക്ക് എല്ലാ ടേമിലും എന്തുണ്ട്? ആൽഫ ഉണ്ട്. നമുക്ക് ആൽഫനെ പുറത്തെടുക്കാം. ആൽഫ ഇൻറ്റു x1 x2 x3 x4 x5 എലമെൻറ്റ് ഓഫ് എസ്. ഇതെന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ എക്സ് ആണല്ലേ? സോ ആൽഫ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എലമെൻറ്റ് ഓഫ് എസ്. ഹെൻസ് ഇറ്റ് സാറ്റിസ്ഫൈ ദ സെക്കൻഡ് കണ്ടീഷൻ. സോ എസ് ഇസ് എ സബ്സ്പേസ് ഓഫ് R5 എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ഇതാ ഈ ഒരു ഡെഫിനേഷനാണ് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ എവിടെ x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 ഇസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ 5 ടപ്പിൾസുമാണ്. എല്ലാ 5 ടപ്പിൾസും R5ലുള്ള അതാണ് ആര്? നമ്മുടെ എസ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനാണ് നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. One more question is there. Let C of closed AB be the space of all continuous functions on closed AB. Then show that V is equal to set of all F element of C of closed AB such that F of A plus B by 2 equal to 0 is a subspace of C of AB. Okay, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ C of closed AB എന്തായിരുന്നു? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ ആണല്ലേ? അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എന്ത്? വി എന്ന് പറയുന്നത് ഈ സി ഓഫ് എ ബിയിലുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് അല്ലേ? അതാണ് ആര്? എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് എ ബി സച്ച് ദാറ്റ് ആ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഇത് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു 0. എയും ബിയും ആരാ? ആ ഇൻ്റർവലിൻ്റെ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് അല്ലേ? ഓക്കെ, എന്താ ഇതിൻ്റെ മീനിങ്? സി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മെനി സെറ്റ്സ് ആണ്. ആ സെറ്റ്സിൻ്റെ പ്രത്യേകത റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. സി എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആര്? ഈ വി ഈസ് ഈക്വൽ ടു സബ്സെറ്റ് ഓഫ് ദീസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് അല്ലേ? അതായത് അതിൻ്റെ മീനിങ് ആണെന്ത്? എഫ് വിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം എഫുകളാണ്. എഫുകളെല്ലാം എവിടെയുള്ള ആളാണ്? സി ഓഫ് എ ബിയിലുള്ളതാണ്. സച്ച് ദാറ്റ് എങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ വി ആയിട്ട് എടുത്തിട്ടുള്ളത്? എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മളുടെ ഫംഗ്ഷൻസിൻ്റെ കളക്ഷനായാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? വി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? വി എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ഓഫ് സി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വി എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കണം അല്ലേ? ഫസ്റ്റ് വി ഹാവ് ടു ഷോ വി ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിഫൈൻ ചെയ്യാണ്. ഒരു സ്ക്രിപ്റ്റ് O എന്നൊക്കെ വായിക്കാം. സ്ക്രിപ്റ്റ് 0 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? O ഓഫ് എ പ്ലസ് ബി ബൈ 2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? ഇതാ സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു 0 ഓഫ് എക്സ് എന്ന് പറയുന്നത് വിയിലുണ്ട്. വി ആണ് കേട്ടോ, വിയിലുണ്ട്. സോ ഇറ്റ് ഈസ് എ നോൺ എംപ്റ്റി. ഒന്നുമില്ല, ഒരു 0 ഫംഗ്ഷൻ എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ. 0 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അങ്ങനെ ഒരാൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയാം? അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് പറയാം. സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്ത് കാണിക്കണം? എഫ് കോമ ജി എലമെൻറ്റ് ഓഫ് വി എന്ന് എടുത്താൽ എഫ് പ്ലസ് ജി എലമെൻറ്റ് ഓഫ് വി ആണ് നമുക്ക് ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് കോമ ജി എലമെൻറ്റ് ഓഫ് വി എടുത്തു. വി ഹാവ് ടു ഷോ എഫ് പ്ലസ് ജി എലമെൻറ്റ് ഓഫ് വി. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വി എടുത്തു കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വി ആണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യില്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0. ആൻഡ് ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വി എന്ന് പറഞ്ഞ മീനിങ് എന്താ? ജി സാറ്റിസ്ഫൈസ് ദ ഇക്വാലിറ്റി ജി ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു 0.
ആണല്ലോ. എഫും ജിയും വിയിലുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എഫ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ജി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇവിടെ ആൻഡ് വന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഒരു പ്ലസ് വന്നത്. എഫ് പ്ലസ് ജി ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്ത്? എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 plus g of a plus b by 2 is equal to 0. It means that f plus g equal to 0 ആണ്. അപ്പോൾ f plus g 0 ആണെങ്കിൽ f plus g element of v ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ, ടു ഷോ ഫോർ എഫ് എലമെൻറ്റ് ഓഫ് വി ആൽഫ എഫ് എലമെൻറ്റ് ഓഫ് വി നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ എഫ് എലമെൻറ്റ് ഓഫ് വി എടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആൽഫേനെ കൊണ്ട് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല അല്ലേ. ഒരു സ്കേലാറാണ്, 0 അല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഈ ആൽഫേനെ കൂടെ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു 0 തന്നെ വരും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനൊരു മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആൽഫ ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ആൽഫ എഫ് എലമെൻറ്റ് ഓഫ് വി. ഹെൻസ്, അപ്പോൾ അത് രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഹെൻസ് വി ഇസ് എ സബ്സ്പേസ് ഓഫ് സി അല്ലെങ്കിൽ സി ഓഫ് എ ബി എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ സബ്സ്പേസ് ആണോ തന്നിരിക്കുന്ന ഒരു സെറ്റ് സബ്സ്പേസ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് കാണിക്കാനുള്ളത്. ഒന്ന് നോൺ എംപ്റ്റി ആണെന്ന് ഷോ ചെയ്യണം. 2 അതിൽ നിന്ന് ഏത് 2 എലമെൻ്റ് എടുത്താലും അതിൻ്റെ സമ്മ് എഫും ജിയും ആണെങ്കിൽ എഫ് പ്ലസ് ജിയും അതിനകത്ത് ഉണ്ടായിരിക്കണം. 3 സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ആൽഫ എഫും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളും ഷോ ചെയ്താൽ വി ക്യാൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് ദാറ്റ് ഗിവൺ വെക്റ്റർ സ്പേസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചോദിക്കാം. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ.